ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഡേ 3 ആണ്. ഇന്നത്തെ വ്ളോഗിൽ ഒന്നുമില്ലായിരുന്നു. ഇന്നത്തെ വ്ളോഗിൽ എന്തെങ്കിലുമൊക്കെ കാണാൻ കാരണം ഞാൻ ഇക്കായും അർഷദക്കായും കൂടി തെന്മല പോകണുണ്ട് ഇന്ന്. അപ്പോൾ ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. തെന്മല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു കണക്ഷൻ ഉള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ തുടങ്ങിയത് അവിടെ നിന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. സോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് മേക്കപ്പ് സാധനങ്ങളെ കൊണ്ടുവന്നുള്ളൂ. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ പോണ കാര്യം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഒരെങ്ങാളും മേക്കപ്പ് സാധനം മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ബാക്കി ഇപ്പോൾ ഒക്കെ കൊണ്ടുവരും. അപ്പോൾ ഉള്ളത് വെച്ച് നമുക്ക് റെഡി ആവാം. അപ്പോൾ ഒരു ഗെറ്റ് റെഡി തന്നെ തുടക്കത്തിലായിക്കോട്ടെ. സാധാരണ എവിടെ പോയാലും കുളിക്കാതെ പോണ ഞാൻ ഇന്ന് കുളിച്ചു. എൻ്റെ ഉമ്മ പ്രത്യേകം പറഞ്ഞു, മക്കളെ കുളിച്ചിട്ട് പോണേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കുളിക്കാമെന്ന്. ഫേസിൽ ഫൗണ്ടേഷൻ ഇടുന്നതിന് മുന്നേ എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ പോൺസിൻ്റെ ക്രീമാണ് ഇടുന്നത്. ഇതിട്ടിട്ട് എന്തെങ്കിലും കുരുവരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്കിടാം. ഇത് കുറച്ച് ഓയിലിയാണ്. ഒന്നും ഇട്ടില്ലെങ്കിൽ ഫേസ് ഡ്രൈ ആയിട്ട് ഉണങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഇടാം. ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ സാധാരണ പുറത്തൊരിടാൻ പോവില്ല. കാരണം കണ്ട എൻ്റെ ഫേസിൽ ചുണ്ടുണ്ടെന്ന് അറിയാൻ പറ്റണം. എന്തോ ഒരു സാധനം ഒട്ടിച്ച് വെച്ച മാതിരിയാണ്. അത്യാവശ്യം ചുണ്ടിന് പിഗ്മെന്റെങ്കിലും തന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ വെള്ള ചുണ്ടായിട്ടിരിക്കും. സാരില്ല ഗൈസ്, നമുക്ക് വെള്ള ചുണ്ടെങ്കിൽ വെള്ള ചുണ്ട്. ഫൗണ്ടേഷൻ ഇടാം. എനിക്ക് ഈ ക്രീമി ഫൗണ്ടേഷനെക്കാട്ടിലും എനിക്ക് മാറ്റ് ഫൗണ്ടേഷൻ ആണ് ഇഷ്ടം. എനിക്ക് എൻ്റെ ഫേസ് ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കുന്നതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഇത് കൊള്ളാം. ഇതൊരു അടിപൊളി ഫൗണ്ടേഷൻ ആണ്. സാധാരണ ഞാൻ ഇതൊന്നും എടുക്കാത്തതാണ്. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ മേക്കപ്പ് സ്പഞ്ച് വരെ ഞാൻ എടുത്ത്. പക്ഷെ ഐലൈനർ ഒന്നും ഞാൻ എടുത്തില്ല ഗൈസ്. ഇക്കാരെ വിളിച്ചു വരെ ലിസ്റ്റ് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കൊണ്ടുവരണം, ഇത് കൊണ്ടുവരണം, മറ്റേത് കൊണ്ടുവരണം, അങ്ങനെയൊക്കെ. ഞാൻ ഏതാണ്ട് 10-15 മിനിറ്റ് വീഡിയോ എടുക്കായിരുന്നു. പക്ഷെ ഓണാക്കാൻ മറന്നുപോയി. എന്ത് കിഴങ്ങിയാണല്ലേ. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടതൊക്കെ ഞാൻ ഓണാക്കാതെ തകർത്ത് ഞാൻ വീഡിയോ എടുത്തു. ഓ, എൻ്റെ ഫേവറേറ്റ് വാച്ച്. എനിക്ക് ഫാഷൻ ഫാക്ടറിയിൽ നിന്ന് ഇന്നലെ വന്നതേ ഉള്ളൂ. ഈ വാച്ചിനൊരു പ്രശ്നം. അത് എന്റെ വാച്ചിന് മാത്രമാണത്. ഈ വാച്ചല്ല എങ്ങനെയാണെന്ന് അറിഞ്ഞോണ്ട് ഇത് തല പൊന്തിയാണ് നിൽക്കണം. ഞാൻ ഇന്നലെ രാത്രി ചപ്പിച്ചാണ് ഇത്രയും താത്തത്. നൈസല്ലേ ഗൈസ്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്നേക്ക് വാച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്നേക്ക് വാച്ച്. ഹായ് ഗൈസ്, എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇക്ക വന്നിട്ടുണ്ട്. ഇക്കായും അർഷാദ് അക്കായും കൂടിയാണ് വന്നത്. അവരെനിക്ക് ഡ്രസ്സും മേക്കപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടാണ് വന്നത്. ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് ഇറങ്ങി. ഇപ്പൊ നമ്മൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോകുന്നു. മലയ്ക്ക് പോണ അർഷാദ് അക്കായും ഡ്രൈവറായ എന്റെ ഇക്കായും. ഗൈസ്, ഇക്കാണ് വണ്ടി ഓട്ടിക്കണ. ശബരിമല എത്തിക്കാൻ പോവുകയാണ്. മലയ്ക്ക് പോവോ? മലയ്ക്ക് പോണ ആൾക്കാർ ചെരുപ്പ് ഇട്ടൂടാ, ചിക്കൻ കഴിച്ചൂടാ. ഞാൻ വെറൈറ്റി മല കാണാൻ പോയാണ്. ഇവിടേക്ക് ബസ് സ്റ്റോപ്പ് ആയോടെ ആകെ മാറി ഗൈസ്. ഫ്യൂച്ചർ വ്ളോഗറാണ് നമ്മളിവിടെ ബാക്കിലിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പുള്ളിക്കാരൻ നമുക്കൊരു വ്ളോഗറായിട്ട് ഒരു യൂട്യൂബറായിട്ടൊക്കെ കാണാം. ഭാഗ്യം ഉണ്ടാവട്ടെ. എങ്ങനെയുണ്ട്? ഹർഷദക്ക് പണി കൊടുത്തു. നമ്മൾ തെന്മലയാണ് പോണത്. കൊറേ ദിവസമായി നമ്മൾ കുരങ്ങന്മാരെ കണ്ടിട്ട്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കുരങ്ങന്മാരെ കണ്ടില്ലെങ്കിൽ നമുക്കൊരു സുഖമില്ല. മെന്റലി എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ ഓടിപ്പോണം തെന്മല. ഓരോരുത്തർക്കും ഓരോ സ്ഥലം സമാധാനം കിട്ടാൻ വേണ്ടി കാണും. എനിക്ക് തെന്മലയാണ്. ഗ്ലാമികങ്ങ ചേച്ചിക്ക് തെങ്കാശിയാണ്. എനിക്ക് തെന്മലയാണ്. നിങ്ങൾക്കാകെ
ഒരാളെ കണ്ടിട്ട് പോയി. ഇതിപ്പോ കുടുംബക്കാരെ ഫുള്ള് കാണുമ്പോ സീനാണ് സെൽഫി. പിങ്കിയുടെ കുടുംബക്കാരെല്ലാം ഇപ്പൊ ഓടി വരും ഗൈസ്. നമ്മൾ കുടുംബക്കാർക്ക് കൊടുക്കാൻ 2 കൊല പഴം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് നമ്മൾ പോവുകയാണ്. 2 കൊല അങ്ങോട്ട് ചെന്നു ഓടി. നമ്മൾ കൊല വാങ്ങിക്കും. എന്നിട്ട് ഇതിൽ ആവശ്യമാണ് പിങ്കിര. ഒരു പഴം കൊണ്ടേ പോവാൻ പറ്റൂല. കൊരങ്ങന്മാര് വന്ന് ചാടിക്കാറ്. ഒരിക്കൽ എന്റെ ഷാളൊക്കെ പിടിച്ച് വലിച്ചു തന്നെ ആക്കോ. ഒരിക്കൽ ഞാൻ ഒരു പടല പഴം കൊണ്ട് പോയി കയറി കൊടുത്തു കൊരങ്ങന്മാര് മണ്ടയില്. ഇത് എല്ലാം കൂടെ വന്നു ലാസ്റ്റ് എന്റെ ബാഗില് എന്റെ ഷോളില് ഒക്കെ കിടന്ന് തൂങ്ങണ്. ഞാൻ പേടിച്ച് വിറച്ച് അവിടെ നിന്ന് നിക്ക ഓടി തള്ളി. ഞാൻ ലാസ്റ്റ് ബാഗിൽ നിന്ന് പഴത്തിന് ഫുൾ എടുത്തെറിഞ്ഞു എന്നിട്ട് ഓടി. പക്ഷെ നമ്മൾ വീണ്ടും പോകും. നമ്മൾ പേടിക്കരുത്. അതെ, പേടിക്കാൻ പാടില്ല. ഓക്കെ ഗൈസ്, എവിടെയെങ്കിലും എത്തിയിട്ട് കാണാം. ഈ ഫീൽഡിൽ വരാൻ ഇഷ്ടമാണ് ഗൈസ്. നമ്മൾ എവിടെയോ എത്തി. ഇതൊക്കെ തെന്മല പോണ വഴിയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ നോക്കാം. എന്ത് ചെയ്യുമെന്ന് കമന്റ് പറ. ഗൈസ്, അർഷദൊക്കെ ഉറങ്ങിയില്ല. ഞാനൊരു കാര്യം പറയട്ടാ. എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു. അതായത് ഇക്ക കാർ എടുത്തപ്പോൾ മുതലുള്ള എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഇക്ക കാർ ഓടിക്കുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലിരിക്കണമെന്ന്. ഇക്ക അടിപൊളിയായിട്ട് കാർ ഓടിക്കും ഗൈസ്. ഗൈസ്, നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ ഇറങ്ങി. ഇവിടെ ഇപ്പോൾ ബിരിയാണി ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. എനിവൈസ് നമുക്ക് നോക്കാം. ഗൈസ്, തെന്മല വരണവരെ ശ്രദ്ധയ്ക്ക് തെന്മല ബൺമസ്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, കഴിച്ചു കാണിച്ചു തരാം. ഞങ്ങൾ ഇറാനിൽ നിന്ന് ബൺമസ്ക് കഴിച്ചു. അത് അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളൂലേ അത്? ഇറാനിയിൽ അടിപൊളിയായിരുന്നു ബൺമസ്ക. ഇനി കഴിക്കണത് എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. ചിലര് പറയും അത് അടിപൊളിയാണെന്ന്, ചിലര് പറയും അത് അത്ര കൊള്ളൂല, ടേസ്റ്റ് ഇല്ലാന്ന് പറയും. ഇറാനിയിൽ അടിപൊളിയായിരുന്നു. നമുക്ക് നോക്കാം. നമുക്ക് കാണുന്നിടത്തുനിന്നൊക്കെ ട്രൈ ചെയ്യാം. നമ്മൾ തെന്മല എത്തിയിരിക്കുന്നു. തെന്മല കാണുമ്പോഴേ ഒരു സന്തോഷമാണ്. നമ്മൾ സാറിന് ബ്രിഡ്ജിൽ ഭയങ്കര പൈസ ഇന്ന് നമുക്ക് അപ്പുറത്ത് പോവാം. ഞാൻ ഇതൊരു അപ്പുറത്ത് പോലെ എനിക്ക് അപ്പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇവിടെ നിന്നിട്ട് അപ്പുറം കണ്ട് ആസ്വദിക്കും. ആ ഗായ്സ്, എന്റെ ഫാമിലീസ് അകത്ത് ഒതുക്കാം. പാർക്കിംഗ് ഫീസ് കൊടുക്കണം. നമുക്കിപ്പോ ഇവിടെ ഒതുക്കാം. എനിക്കൊരു തൊപ്പി വാങ്ങണം. തൊപ്പി വാങ്ങിച്ചു തരോ? ഞാൻ വാങ്ങിക്കാം. ഞാനില്ലേ, ഞാൻ എന്തിനാ പറയാമെന്ന് മറന്നു. ഞാൻ ലെയർ കട്ട് ചെയ്യട്ടാ. എന്റെ ഹെയർ കൊള്ളാലോ. ലെയർ കട്ട് ചെയ്യട്ടാ. നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ തെന്മലയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അത് തെന്മല ഡാം. ഇതിലെ പോയാൽ തെന്മല ഡാം. അങ്ങോട്ട് ടൂറിസം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ അഡ്വഞ്ചറായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അടുത്ത് എപ്പോഴും വീഡിയോ കണ്ടിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് എപ്പോഴും തെന്മല പറഞ്ഞത്, തെന്മല അത്രയ്ക്ക് വേണ്ടി എന്താണുള്ളതെന്ന്. ഇവിടെ വരുമ്പോൾ ഒരു സമാധാനമാണ്, ഭയങ്കര സമാധാനമാണ്. പക്ഷേ നമ്മൾ പൊതുവേ ഡാമിൽ കയറാറില്ല. ഡാമിൽ കയറാൻ വേണ്ടിയല്ല നമ്മൾ തെന്മല പറഞ്ഞത്. ഇവിടെ നിന്ന് അതിനകത്ത് കയറും, കുറച്ച് കുരങ്ങന്മാരെ കാണും, പിന്നെ നമ്മൾ പോകും. ഇതാണ് നമ്മൾ ഡെയിലി എപ്പോൾ വന്നാലും ചെയ്യണത്. അത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് തെന്മല. നമ്മളിനി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ അതൊക്കെ കാണിച്ചു തരാം. നമ്മളിവിടെ തെന്മല വന്നിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങോട്ട് ലിസ്റ്റിക്ക് പോയി ഗൈസ്. 1 മിനിറ്റ് സമയമുണ്ട്. 1 മിനിറ്റിനകത്ത് മറ്റേ സാധനം കൊടുത്തിട്ട് എന്ത് വേണോ ആവശ്യമുള്ള സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് ബില്ല് നമ്മൾ പേ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൻ പോയി അകത്ത് സാധനമൊക്കെ എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ അളക്കാനില്ല. ചേട്ടാ ക്യാഷാണോ ക്യാഷാണോ? ഗൈസ്, കുരങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ പിങ്കി. വല്ല നടക്കോ പിങ്കി? വല്ല നടക്കോ? കണ്ടില്ലേ? അയ്യോ, വെള്ളം കഴിക്കണം.
മര്യാദക്ക് പറ്റിക്കണം. വണ്ടിയാ കയറ്റുമായിരിക്കും. എങ്ങനെ അളിയാ ഇത് കൊരങ്ങ ഹാപ്പി ഇടാൻ പോലുള്ള വയസ്സിൽ മോളിൽ നല്ല എവിടെ വെങ്കി നടക്കുമല്ലോ. നമ്മൾ തെന്മലയുള്ള എല്ലാ കുരങ്ങന്മാരെയും നമ്മൾ ഏതാണ്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കണ്ട ഗൈസ്, മിഷൻ കംപ്ലീറ്റഡ്. എന്നാലും ഒരു തൃപ്തിയല്ല. കുറച്ചുകൂടെ വാങ്ങിച്ചു കൊടുത്താലോ കടയിൽ നിന്ന്? മതിയാ? മതിയല്ലേ? കുറച്ച് ഇത്ര മതിയല്ലേ? ഇനി വാങ്ങിച്ചു ഇവിടെ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, അപ്പുറത്തേക്ക് കൊടുക്കാം. അപ്പുറത്ത് ഇനി നമ്മൾ അടുത്ത സെക്ഷനിലുള്ള കുരങ്ങന്മാർ കൊടുക്കാൻ പോകണം ഗൈസ്. നമ്മൾ തെന്മല പോയിട്ട് പകുതി വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോൾ കണ്ടന്റ് വീഡിയോസും കൂടെ എടുക്കണോണ്ട് ചാർജ് പെട്ടെന്ന് തീർന്നു. അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ബാക്കി വീഡിയോസ് എടുക്കാൻ നിന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിൽ വന്ന് നോക്കിയപ്പം ഫസ്റ്റ് കണ്ടത് ഈ 2 ഡപ്പികളാണ്. ഇത് നമുക്ക് കൊറിയർ വന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തായിരുന്നു ഞാൻ നോക്കി. എൻ്റെ ആക്രാന്തം കാരണം എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ നോക്കി. എനിക്ക് അറിയാമായിരുന്നു, എന്നാലും ഞാൻ കാണാനുള്ള ഒരു കൗതുകം കാരണം ഞാൻ നോക്കി. അപ്പോൾ ഇത് ഗീവ് അവേ കൊടുക്കേണ്ട ഐറ്റംസ് ആണ്. ഓക്കെ, ഇതൊക്കെ ഗീവ് അവേ കൊടുക്കേണ്ട ഐറ്റംസ് ആണ്. ഇതൊക്കെ കണ്ടോ, ഇങ്ങനത്തെ ക്ലിപ്പുകളാണ് ഇത്. പിന്നെ ഈ 2 സ്ക്രഞ്ചീസ്, ആ ലിപ്സ്റ്റിക് എൻ്റെതാണ്. ഈ ക്ലിപ്പ്, ഈ ഒരു ക്ലിപ്പ്, പിന്നെ ഇത്, പിന്നെ ഒരെണ്ണം ഞാൻ തലയിൽ വെച്ചിട്ടുണ്ട്. ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ച് കൈ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗീവ് അവേ സെക്കൻഡ് പ്രൈസ് ആണിത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കണ ചെയിനാണ് ഇത്. കുറേ പേരുടെ കഴുത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. പക്ഷെ അതിപ്പോൾ കിട്ടി. ഞാനാണ് സെലക്ട് ചെയ്തത്. ഗൈസ്, ഇങ്ങനെ ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, ഈ ലവിനകത്തൂടെ ഇങ്ങനെ പറഞ്ഞത്, ഇത് ഈ ഒരു ചെയിനാണ്. ഇത് എങ്ങനെയൊക്കെയാണ് കിടക്കണ, അത് കറക്റ്റായിട്ട് വരണം. പിന്നുള്ളത് ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ്. പിന്നുള്ളത് ഈ ഒരു റിങ്ങാണ്. ഞാൻ റിങ് ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. വേർക്കണക്ക ഇത് പൊട്ടണില്ല. ഓക്കെ, ഈ ഒരു റിങ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഡേ 3 ആണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ ടിങ് ടിങ് ടിങ്. ഓക്കെ, ബൈ.